നമസ്കാരം, വേൾഡ് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദിയിൽ തവക്കൽന ആപ്പ് വഴി ഹജ്ജ് ഉംറ പെർമിറ്റുകൾ അനുവദിക്കും. ആപ്പിനെ തവക്കൽനയിൽ ലയിപ്പിക്കുന്നതിനുള്ള പദ്ധതി പരിഗണനയിലാണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച വിവരങ്ങളും പരിഷ്കരിച്ച തവക്കൽന ആപ്പിൽ ലഭ്യമാണ്. തവക്കൽന ആപ്പിൽ ബുധനാഴ്ച നടത്തിയ പരിഷ്കരണത്തിലൂടെ ഹജ്ജ് ഉംറ പെർമിറ്റുകൾ നേടുന്നതിനുള്ള സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി. നിലവിൽ തവക്കൽന ഉപയോഗിക്കുന്നവർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ പുതിയ സേവനങ്ങൾ ലഭ്യമാകൂ. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഹറമുകളിൽ നമസ്കരിക്കുന്നതിനുള്ള പെർമിറ്റുകളും ഹജ്ജ് ഉംറ അനുമതി പത്രങ്ങളും തവക്കൽന വഴി ലഭിക്കും. റമദാനിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ ഹറമുകളിലേക്ക് പ്രവേശനം അനുവദിക്കൂ. ഒരു ഡോസ് എടുത്തവർക്ക് 14 ദിവസത്തിന് ശേഷവും അനുമതി പത്രം ലഭിക്കും. വാഹന ഇൻഷുറൻസ് സംബന്ധമായ വിവരങ്ങളും തവക്കൽന ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ദുബൈയിൽ വാക്സിൻ എടുക്കാത്ത സ്കൂൾ ജീവനക്കാർക്ക് ആഴ്ചയിൽ PCR ടെസ്റ്റ് നിർബന്ധമാക്കി. ഈ മാസം 11 മുതൽ പുതിയ നിബന്ധന നിലവിൽ വരും. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്കും ഇതിൽ ഇളവില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും ഈ നിബന്ധന ബാധകമാണ്. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത പക്ഷം ഇവർ ഓരോ 7 ദിവസം കൂടുമ്പോഴും PCR പരിശോധനയ്ക്ക് വിധേയമാകണം. ഓൺലൈൻ വഴി പ്രവർത്തിക്കുന്നവർക്കും ക്യാമ്പസിൽ ജോലി ചെയ്യുന്നവർക്കും ഇക്കാര്യത്തിൽ ഇളവില്ലെന്ന് KHDA അറിയിച്ചു. നഴ്സറികൾ മുതൽ യൂണിവേഴ്സിറ്റികൾ വരെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഈ നിയമം അനുസരിക്കണം. അതേസമയം വാക്സിൻ സ്വീകരിക്കാൻ ആരോഗ്യപരമായ തടസ്സമുള്ളവർ, വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവർ എന്നിവർക്ക് ഇളവുണ്ടാകും. ദുബൈയിൽ റമദാനിൽ ഇശാ പ്രാർത്ഥനയ്ക്കായി ബാങ്ക് വിളിച്ചാൽ 5 മിനിറ്റിനകം ജമാഅത്ത് നമസ്കാരം ആരംഭിക്കണമെന്ന് മതകാര്യ വകുപ്പ് നിർദ്ദേശിച്ചു. ഇശാഹും തറാവീഹും അടക്കം അരമണിക്കൂറിൽ നമസ്കാരം പൂർത്തിയാക്കി പള്ളികൾ അടക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡിനെ തുടർന്ന് യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് റീബുക്കിംഗിന് അനുവദിച്ച സമയപരിധി എമിറേറ്റ്സ് എയർലൈൻസ് നീട്ടി നൽകി. നേരത്തെ പ്രഖ്യാപിച്ച സമയപരിധിയേക്കാൾ 1 വർഷം കൂടുതൽ അനുവദിക്കാനാണ് എമിറേറ്റ്സിന്റെ തീരുമാനം. എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര മുടങ്ങിയവർക്ക് ഏറെ ആശ്വാസകരമായ റീബുക്കിംഗ് നയമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. 2020 സെപ്റ്റംബർ 30 മുമ്പ് ടിക്കറ്റ് എടുത്തവർക്ക് 36 മാസം അഥവാ 3 വർഷമാണ് റീബുക്കിംഗിന് സമയം അനുവദിച്ചത്. ഇവരുടെ യാത്രാ തീയതി ടിക്കറ്റിൽ 2021 ഡിസംബറിന് മുമ്പായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അതേസമയം 2020 ഒക്ടോബർ 1 ശേഷം ടിക്കറ്റ് എടുത്ത് യാത്ര മുടങ്ങിയവർക്ക് 24 മാസം അഥവാ 2 വർഷം ഈ ടിക്കറ്റ് ഉപയോഗപ്പെടുത്താൻ സമയം നൽകും. ടിക്കറ്റ് റീഇഷ്യൂ ചെയ്യാനുള്ള ഫീസിൽ ഇളവ് നൽകും. എമിറേറ്റ്സ് നൽകിയ ട്രാവൽ വൗച്ചറുകൾ, ഭാഗികമായി മാത്രം നടന്ന യാത്രയുടെ ടിക്കറ്റുകൾ എന്നിവ സൗജന്യമായി റീഫണ്ട് ചെയ്തു നൽകും. എയർലൈൻസിൽ നിന്നോ എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിൽ നിന്നോ നേരിട്ട് ടിക്കറ്റ് എടുത്തവർക്ക് സമയം നീട്ടിക്കിട്ടാൻ പ്രത്യേകം ബന്ധപ്പെടേണ്ടതില്ല. എന്നാൽ ട്രാവൽ ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് എടുത്തവർ സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് ഏജന്റുമാരെ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ. 902 പുതിയ കേസുകളും 469 രോഗമുക്തിയുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 3 മാസത്തിന് ശേഷം ഇന്ന് മരണസംഖ്യയും ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 72,000-ഓളം സാമ്പിളുകൾ സൗദിയിൽ പരിശോധിച്ചു. അതിലൂടെ 902 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 44% റിയാദ് പ്രവിശ്യയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 400-ലധികം പേർ പുതിയതായി കോവിഡിന് ചികിത്സ തേടി. റിയാദിൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2000-ഓളമായി ഉയർന്നു. രാജ്യത്താകെ വിവിധ ആശുപത്രികളിലായി 7,468 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 874 പേരും അത്യാസന്ന നിലയിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് 469 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. അതേസമയം 3 മാസത്തിന് ശേഷം രാജ്യത്തെ മരണസംഖ്യ 9 ഉയർന്നു. 3,95,854 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 3,81,658 പേർക്കും ഭേദമായി. 6,728 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ചതിൽ 402 പേർ റിയാദ് പ്രവിശ്യയിലും 163 പേർ മക്ക പ്രവിശ്യയിലും 155 പേർ കിഴക്കൻ പ്രവിശ്യയിലുമാണ്. പള്ളികളിൽ ആരാധനയ്ക്കെത്തിയവരിലും ഇന്ന് കൂടുതലായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുമൂലം 14 പള്ളികളാണ് താൽക്കാലികമായി അടച്ചത്. കഴിഞ്ഞ 2 മാസത്തോളമായി പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയിലൂടെ ഇതുവരെ 519 പള്ളികൾ അടക്കുകയും അണുനശീകരണത്തിന് ശേഷം അതിൽ 490 എണ്ണം പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തതായി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഖത്തറിൽ സ്വകാര്യ ആശുപത്രികളിൽ യാത്രക്കാർക്കുൾപ്പെടെ PCR കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഫീസ് നിരക്ക് 300 റിയാലായി ഏകീകരിച്ച് ആരോഗ്യ മന്ത്രാലയം ഉത്തരവിറക്കി.
ഏപ്രിൽ 8 വ്യാഴം മുതൽ ഈ നിരക്ക് നിലവിൽ വരും. കോവിഡ് പശ്ചാത്തലത്തിൽ PHCCകളിൽ കോവിഡ് ടെസ്റ്റ് നിർത്തിവെക്കുകയും സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാക്കി നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രികളിൽ ടെസ്റ്റിനുള്ള ഫീസ് നിരക്ക് ഏകീകരിച്ചത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഒമാനിലേക്കുള്ള പ്രവേശനം സ്വദേശികൾക്കും റെസിഡൻസ് വിസയുള്ളവർക്കും മാത്രമായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനം നിലവിൽ വന്നു. തൊഴിൽ, സന്ദർശന, എക്സ്പ്രസ് വിസകളടക്കം അനുവദിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഒമാനിലെത്തുന്ന സ്വദേശി പൗരന്മാരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ നിന്ന് ഒഴിവാക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. കര, വ്യോമ, സമുദ്രമാർഗങ്ങളിലൂടെ രാജ്യത്ത് പ്രവേശിക്കുന്ന സ്വദേശികൾക്ക് ഇത് ബാധകമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ ഒഴികെയുള്ള മറ്റെല്ലാ നിബന്ധനകളും ഇവർക്കും ബാധകമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീന് പകരം സ്വയം ക്വാറന്റീൻ പൂർത്തീകരിക്കണം. ഹോട്ടലിൽ 7 ദിവസം താമസിക്കുവാനുള്ള ബുക്കിംഗ് രേഖകൾ സ്വദേശികൾ വിമാനത്താവളത്തിൽ ഹാജരാക്കേണ്ടതില്ലെന്നും സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വന്തം പൗരന്മാർക്കടക്കം ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ യാത്രക്കാർക്കും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ന്യൂസിലാൻഡ് ഭരണകൂടം 2 ആഴ്ചത്തേക്കാണ് നിയന്ത്രണം. ഓക്ലാൻഡിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ജസീന്ത ആർഡേണാണ് ഇക്കാര്യം അറിയിച്ചത്. ഏപ്രിൽ 11 മുതൽ 28 വരെയാണ് നിയന്ത്രണം ഉണ്ടാവുകയെന്ന് ജസീന്ത പറഞ്ഞു. വ്യാഴാഴ്ച രാജ്യാതിർത്തിയിൽ 23 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 17 ഇന്ത്യയിൽ നിന്ന് എത്തിയവരിലായിരുന്നു. തുടർന്നാണ് വിലക്കേർപ്പെടുത്താൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്. 40 ദിവസമായി ഒരു കേസ് പോലും ന്യൂസിലാൻഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. റമദാനിൽ മക്കയിലെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഹറം പള്ളിയിൽ നമസ്കാരത്തിനും ഉംറയ്ക്കും എത്തുന്ന വിശ്വാസികൾക്കും പ്രത്യേകം ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളവും വിശ്വാസികളെ സ്വീകരിക്കുന്നതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. റമദാനിൽ പ്രതിദിനം 1,00,000 പേർക്ക് ഉംറ ചെയ്യാനും 1,00,000 പേർക്ക് നമസ്കാരം നിർവഹിക്കാനാകും വിധമാണ് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. റമദാനിൽ മക്കയിലെ ഹറം പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് സേവനം ചെയ്യുന്നതിനായി സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള പരിശീലനം ലഭിച്ച 4,500ഓളം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. തൊവാഫ് കർമ്മം ചെയ്യുന്നതിനായി 14 ലൈനുകൾ ഉണ്ടാകും. അതിൽ കബയോട് ചേർന്ന് വരുന്ന ആദ്യത്തെ 3 ലൈനുകൾ പ്രായമേറിയവർക്കും ആരോഗ്യപ്രയാസമുള്ളവർക്കും അംഗപരിമിതർക്കും മാത്രമായിരിക്കും. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കും തൊവാഫും മറ്റു കർമ്മങ്ങളും നടക്കുക. വിമാനത്താവളം വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് സേവനം ചെയ്യുന്നതിനായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കീഴിലും ഒരുക്കങ്ങൾ സജീവമാണ്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും തിരിച്ചയക്കുന്നതിനുമായി നോർത്ത് ടെർമിനലിലും 1-ാം നമ്പർ ടെർമിനലിലും ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കൊസോവോയുടെ പുതിയ പ്രസിഡന്റായി വ്യോസ ഒസ്മാനി സദ്രു സ്ഥാനമേറ്റു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ലോകത്ത് തന്നെ പ്രായം കുറഞ്ഞ പ്രസിഡന്റുമാരിൽ ഒരാളുമാണ് 38-കാരിയായ സദ്രു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവരെ ബാൽക്കാൻ രാജ്യമായ കൊസോവോയിലെ പ്രസിഡന്റായി പാർലമെന്റ് തിരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ യുദ്ധാനന്തര കാലത്തെ 2ാമത്തെ വനിതാ നേതാവാണ് സദ്രു. സദ്രു ചൊവ്വാഴ്ച അധികാരമേറ്റു. കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകൾ ചുരുക്കിയായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. ആക്ടിംഗ് പ്രസിഡന്റ് ഗ്ലൗ കൊഞ്ചുഫ്ക രാജ്യത്തിന്റെ ഭരണഘടന സാൻഡ്രിയുവിന് കൈമാറി. യുദ്ധക്കുറ്റങ്ങൾക്ക് ഹേഗിലെ പ്രത്യേക കോടതിയിൽ വിചാരണ നേരിടുന്നതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഹാഷിം താഖിയുടെ പിൻഗാമിയായാണ് സദ്രു അധികാരമേറ്റത്. സെർബിയയുമായുള്ള സ്വതന്ത്ര യുദ്ധകാലത്ത് ഗറില്ല നേതാവായിരുന്നു താഖി. കൊസോവോയിൽ പ്രസിഡന്റ് പദവി കൂടുതലും ഔപചാരികമാണ്. എന്നിരുന്നാലും വിദേശ നയങ്ങളിലും സുപ്രധാന പങ്കുവഹിക്കുകയും സായുധ സേനയുടെ കമാൻഡർ പദവിയിലിരിക്കുന്ന ആളുമാണ് പ്രസിഡന്റ്. 2008-ലാണ് കൊസോവോ സ്വതന്ത്രമായത്. 100-ലധികം രാജ്യങ്ങൾ കൊസോവോയെ രാജ്യമായി അംഗീകരിക്കുമ്പോഴും സെർബിയയോ സെർബിയൻ സഖ്യരാജ്യങ്ങളായ റഷ്യയും ചൈനയും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സിംഗപ്പൂർ പ്രസിഡന്റ് ഹലീമ യാക്കൂബ്, ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ, ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് എന്നിവർക്കു ശേഷം നിലവിൽ അധികാരത്തിലിരിക്കുന്ന മറ്റൊരു മുസ്ലിം പ്രസിഡന്റ് കൂടിയാണ് വ്യോസ ഒസ്മാനി സദ്രു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക.